സോറി. ആരോട്? ദേ കുഞ്ഞേച്ചി, രാത്രിയിലെ കാര്യങ്ങൾ വിട്ടേക്ക്. കുഞ്ഞേച്ചി മനസ്സറിഞ്ഞ് ചെയ്ത് തെറ്റൊന്നും അല്ലല്ലോ. മാത്രമല്ല, അർദ്ധരാത്രിയിൽ വണ്ടിയിൽ പാഞ്ഞെത്തി മകന്റെ മണിയറ വാതില് മുട്ടി വിളിച്ച് ആദ്യ രാത്രി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത്രയ്ക്ക് അവരുടെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് ആരും അറിഞ്ഞില്ല. കടപ്പാടിന്റെയും വാക്കുകൊടുക്കലിന്റെയും പേര് പറഞ്ഞ് അതിന് കൂട്ടുവരാൻ കൂടെ ഒരു പെണ്ണും. നാണം കെട്ട പരിപാടിയായി പോയി. സത്യാമ്മയും സുസ്മിതയും ചെയ്തത് എന്നെ വേദനിപ്പിക്കുന്നില്ല ശ്യാമേ. സത്യാമ്മയുടെ അറിവോടെയല്ല വിഷ്ണുവേട്ടൻ ആദ്യ രാത്രിക്ക് ഒരുങ്ങിയതെങ്കിൽ ഇത് തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. സത്യാമ്മ സമ്മതിച്ചൊന്നൊരു 100 വട്ടം ചോദിച്ചതാ ഞാൻ വിഷ്ണുവേട്ടനോട്. എല്ലാം സമ്മതിച്ചെന്ന് തന്നെയായിരുന്നു മറുപടി. സത്യം പറഞ്ഞ മണിയറ വാതിലിൽ മുട്ടി വിളിച്ച അമ്മയ്ക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന വിഷ്ണുവേട്ടന്റെ മുഖം എന്നെ വേട്ടയാടുന്നത്. സത്യമ്മയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള വിഷ്ണുവേട്ടന്റെ മൗനം, നിസ്സഹായ അവസ്ഥ. ഈ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മുന്നിൽ വളരെ വെളുത്തുള്ള ഒരു നിൽപ്പ് ഓർക്കും തോറും എന്റെ ഉള്ള തിളച്ചു മറിയുന്നത് കഞ്ഞിക്കലോ അല്ല. നിനക്കറിയോ ശ്യാമേ, സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞ ശേഷമേ വിഷ്ണുവേട്ടനുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാവൂന്ന് അങ്ങോട്ട് വാക്ക് കൊടുത്തത് ഞാനാ. ഇപ്പൊ അത് തെറ്റിയില്ലേ? ഏത് സമയം കെട്ടുപൊട്ടിക്കാൻ കാത്തുനിന്ന ഒരു കള്ളിയുടെ ചിത്രമായില്ലേ അവരുടെയൊക്കെ ഉള്ളിൽ എന്റെ സ്ഥാനം. സത്യാമ്മ തല്ലിയതിന്റെ വേദന ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. പറയുന്ന വാക്കുകൾക്കിടയിൽ മൗനമുണ്ട്. അതെല്ലാം എനിക്കെതിരായിരുന്നു. സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചത്. അവിടെ നിൽക്കാൻ നിക്കണോടാ, നിക്കാനോ പറഞ്ഞത്, നിക്കണോടാ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നീ അങ്ങ് മാറ്. അതെങ്ങനെ മാറും? ഇതിപ്പോ സംഗതി ക്ലിയർ അല്ലേ? നാട്ടുംപുറം നട്ടുച്ച ഒരു പെൺകിടാവ് പ്രാണനും കൈപിടിച്ച് ഓടുന്നു.
4 ജീൻസും ടീഷർട്ട് ഇട്ട് പിന്നാലെ ഇങ്ങനെ ഓടുക. ഇനിയിപ്പോ നിങ്ങൾ അയച്ചത് ആരാന്ന് കൂടി പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സ്റ്റണ്ട് സീൻ അങ്ങോട്ട് തുടങ്ങാം. ഞാനാ നിന്നെ വിടില്ലടി. നിൽക്കണേ അവിടെ. ഇങ്ങോട്ട് വേണം. നിന്നെ വിടില്ലടി. നിൽക്കാൻ. വന്ന് പിടിയടാ. നിൽക്കണേ അവിടെ. എവിടെയാണ് നീ ഓടുന്നേ? ഒരു താലിബാൻ ചുമന്ന് നടക്കുന്നത് തമാശ കാണിക്കാനല്ല, നിന്റെ കഴുത്തി കെട്ടാനാ. അത് ഞാൻ ഉടൻ നടത്തും, നാട്ടുകാരെ മുന്നിൽ വെച്ച് തന്നെ. വീട്ടിലൂടെ നിന്നെ ശാരദാമ്മ എത്ര? 40. എന്താമ്മേ? ഒരു പല്ലി. അത് പോയില്ലേ? പോയി, പക്ഷെ എനിക്കെന്തോ ഒരു ദുസ്സൂചന പോലെ. എന്തോ ആപത്ത് ഇവിടേക്ക് കടന്നു വരുന്നു എന്നൊരു തോന്നല്. തുടങ്ങി. അമ്മ അമ്മയുടെ പാട് നോക്കി പോയെ. ശാരദാമ്മേ, അരിപ്പൊടി തീർന്നു, വറ്റൽ മുളകും വാങ്ങിക്കണം. കൊടുക്ക്. പോയിട്ട് വാ ചേച്ചി. ഈശ്വര, ഇനി എന്ത് മാരണമാണോ കേറി വരുന്നത്?
ഏതായാലും സാറ് പറഞ്ഞ പോലെ ഇതൊരു കോഞ്ഞാട്ട ഹോട്ടലാ. നക്ഷത്രമൊന്നും കെട്ടി തൂക്കിയിട്ടുമില്ല. പക്ഷെ ഒറ്റ കാര്യത്തില് സാറിന് ഞാനൊരു ഉറപ്പ് തരാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവരാരും പെടഞ്ഞു വീണ് മരിക്കില്ല. ഇവിടെ ഉള്ളവരുടെ ഭക്ഷണത്തിലും ഇവിടെ ഉള്ളവരുടെ മനസ്സിലും മായം കലർത്തിയിട്ടില്ല എന്ന് സാരം. ആണോ? പഞ്ച് ഡയലോഗൊക്കെയാണല്ലോ. നിങ്ങളാണോ ഈ ശാരദാമ്മ? കുടുംബശ്രീ ശാരദ? അതെ. അതാ ഇത്രക്കും വീര്യം. ഏതായാലും എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്റെ പേര് നരേന്ദ്രൻ, പെരുവണ്ണാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. അടുത്തിടെ നമ്മുടെ പഞ്ചായത്ത് വക ഒരു ഫംഗ്ഷൻ ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു യാത്രയപ്പ്. അതിന് 100 പേർക്കുള്ള ഭക്ഷണം വേണം. എന്താ കുടുംബശ്രീ നടക്കുവോ? ഓർഡർ തന്നാ നടക്കും സാർ. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ വിളമ്പുന്നവരാ ഞങ്ങള്. അതുകൊണ്ടാ മുമ്പ് സാർ ഈ പേര് കേട്ടതും ഇവിടെ അന്വേഷിച്ചു വന്നതും. സന്തോഷം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ചായക്ക് എത്രയായി? 10 രൂപ. ഇന്നിപ്പോ തീയതി 23 അല്ലേ? 27 ഫംഗ്ഷൻ. അഡ്വാൻസും കൊടുത്ത് ആളെ വിടാം. ശരി. എപ്പോഴും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ നാടകവും മിമിക്രി കാണിക്കുന്നത് പതിവാണല്ലോ. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയും വിഷമവും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശാരദാമ്മ, ഇത് ശാരദാമ്മയുടെ വീടാ. ആളിവിടെ ഇല്ലെങ്കിൽ കടയിൽ കാണും. അതെ, നിന്നെ കൊണ്ട് മനഃപൂർവ്വം അവനൊരു ചായ കൊടുപ്പിക്കുന്നതാ. താലി കെട്ടിയ പുരുഷന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേവിച്ചതും തിളച്ച് പാകപ്പെട്ടതുമായ ഭക്ഷണവസ്തു മാത്രമല്ല, സ്വന്തം ജീവിതവും മനസ്സും കൊണ്ടുള്ള വിശപ്പാറ്റല. അതില് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ഉപ്പ് അധികം ചേർന്നാൽ കയ്ക്കും. സന്തോഷത്തിന്റെ മധുരമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട് വളർന്ന നീ അതുകൂടി മനസ്സിലാക്കിയ നന്നായിരിക്കും. ചേച്ചി പോയി കുറച്ചു സമയം വിശ്രമിച്ചോ. കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൂടി കൂടാമോ? ഇവിടെ ചെയ്യാൻ രണ്ടാൾക്കുള്ളതൊന്നും ഇല്ല ചേച്ചി. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക. ശരി.
എന്താ അമ്മേ? കുന്തം, നീ എന്ത് ചെയ്യാ മുറി അടച്ചിരുന്ന്? കുറെ നേരം ആയല്ലോ. ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ. മയങ്ങിപ്പോയമ്മേ. ദേവിയുടെ പറയെഴുന്നള്ളിപ്പ് വരുന്ന ദിവസം കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിന് പറയാൻ പറ്റിയ ന്യായമാണോ ഇത്? ചേട്ടാ അത് കൊള്ളാം. ഞാൻ പിന്നെന്താ ഇവിടെ വെളിച്ചപ്പാടായിട്ട് വാളെടുത്ത് നിന്ന് തുള്ളണോ? തുള്ളിയാലും കുഴപ്പമില്ലടി. നിന്റെ നന്മയ്ക്കായിട്ടാ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നടത്തുന്നത്. നീ വേണോ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ? ആ അസത്തോ വേലക്കാരി പെണ്ണോ അല്ല. നിനക്ക് വേണ്ടി ഞാൻ ആ ആനന്ദുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. ആ പ്രീതി വയറ് വീർപ്പിച്ചോണ്ട് വന്നിരിക്കല്ലേ അമ്മേ. ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഏട്ടന് ഇനി ആ ഗർഭത്തിന്റെ പുറകെ നടക്കാൻ സമയം ഉണ്ടാവും. അവൻ അങ്ങനെ കരുതിയാൽ അങ്ങനെ. പക്ഷേ നമ്മൾ അപശകനമെന്ന് കരുതുന്ന പ്രീതിയുടെ വയറ് തന്നെ നമുക്കൊരു ലോട്ടറി ആക്കിയല്ലോ എന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിറവയറിനെ ലോട്ടറി ആക്കാനോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അമ്മ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. പറയെഴുന്നള്ളിപ്പിന് ബന്ധുമിത്രാദികളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മഹാദേവി ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് കരുതി മാത്രമല്ല. ദേവിക്കൊപ്പം ഈ വസ്മതി കൂടെ അധ്വാനിച്ച് ചില ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് എത്തിച്ചേർന്നോട്ടെ. നീ കണ്ടോ, ഇന്ന് പലതും ഇവിടെ നടക്കും. എന്റെ ദേവി കൂടെ നിന്ന് സഹായിക്കണേ. പറയെഴുന്നള്ളിപ്പിന് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് സ്വന്തക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് വാഴയില വെട്ടിയിട്ട് വായു കൊടുത്താ പോരാ. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അവിടുത്തെ പെണ്ണുങ്ങളാ വല്ലതും വെച്ചുണ്ടാക്കേണ്ടത്. അല്ലാതെ അതിഥികളുടെ കൂട്ടത്തിൽ കൊച്ചമ്മയായിട്ട് കയ്യും കഴുകി വന്ന് ഇരുന്നാ പോരാ. എവിടെ നോക്കി നിൽക്കാടി? പോയി ജോലി. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ? ഇവിടെ വസുമതിക്ക് മുന്നിൽ നിന്റെ വക്കാലത്തിന് വരില്ല ആരും. അമ്മേ, മോളി ചെല്ലു. അമ്മേനെ കളിയാക്കിയതല്ലോ. എന്തിന്? നീ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ നിന്റെ വീടായിട്ട് തന്നെ ഞാനും കരുതാം. ആ ഹലോ, നിങ്ങൾ എത്തിയോ? അല്ല, ഇതാരും സ്വാതിയോ? ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ അകത്തേക്ക് വാ. വാട്ട് എ സർപ്രൈസ്. അത് വളരെ മോശമാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് പ്രീതിയെങ്കിലും ഒന്ന് കാണാതെ പോകുന്നത് ഭയങ്കര ബോറാ. വരാന്നേ, എനിക്കൊരല്പ സമയം എന്താ? ഞാനൊരാളെ അന്വേഷിച്ചിട്ടുള്ള അത്യാവശ്യ യാത്രയില. അതെ അതെ, സത്യം പറഞ്ഞ അത്യാവശ്യമായിട്ട് പോവുകയായിരുന്നു സ്വാതി. വണ്ടി പണിമുടക്കിയ ഞങ്ങക്ക് ലിഫ്റ്റ് തന്നു തന്നെ പാഴായി കുറെ സമയം. അതുകൊണ്ട് ഉടനെ കയറാൻ ഞാൻ നിർബന്ധിക്കില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിച്ചണിലൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായയും കോഫിയും കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. ആളെ പരിചയപ്പെട്ട് വേണമെങ്കിൽ ഗുരുദക്ഷിണ വെക്കാവുന്നത്ര കൈപുണ്യം ഉണ്ടെന്ന് ഞാൻ പറയും. ഓഹോ, അത്രയ്ക്ക് കൈപുണ്യാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കിയാലോ? എന്നുവെച്ചാ സ്വാതി നല്ല പാചകക്കാരിയാണെന്നാണോ? അയ്യോ അല്ലേ, നമ്മൾ ആ കാര്യത്തിലൊക്കെ ലോക തോൽവിയാ. പക്ഷേ ലോകത്തെ ഏതു മികച്ച ഷെഫിനോടും കിട പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു പാചകക്കാരിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ.
വാസ്തവത്തില് ആ കക്ഷി അന്വേഷിച്ചുള്ള യാത്രയില്ല ഞാനിപ്പോ. അപ്പൊ കാണാം. പോട്ടെ. ശരി. പോട്ടെ ശാലിനി. ശാരദാമ്മേ. ശരി മോളെ. ബൈ. ഹലോ. എല്ലാരും എത്തി അർജുനേട്ടാ. ഈ എല്ലാരും ഉദ്ദേശിച്ച ആരെ? ചടങ്ങിന് വന്ന എല്ലാരെയും ആണോ? ഒന്ന് പോ അർജുനേട്ടാ. വിഷ്ണുവിന്റെ കാര്യമാണെങ്കിലേ ആളെത്തിയിട്ടുണ്ട്. ഒന്ന് പോയി അവിടുന്ന്. ഞാനേ പോയി പ്രീതി ഒന്ന് കാണട്ടെ. അതെ, ഇനി അത് പ്രീതിയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചോ. ബസുമതി, അമ്മു ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മതി ഇനി ശിക്ഷിക്കുന്നത്. ഇവള് ചെയ്ത തെറ്റോ? ഇവള് തന്നെയാ തെറ്റ്. ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് വീട്ടു ജോലി ചെയ്യാനും പ്രീതിയെ നോക്കാനുമാ, അല്ലാതെ പാത്തും പതുങ്ങി ന്യൂസ് ചോർത്താനല്ല. ഒപ്പം ആരുടെയും പക്ഷം പിടിക്കുകയും വേണ്ട. പണിയെടുത്തിട്ട് സ്വന്തം പാട് നോക്കി പൊയ്ക്കോണം ജോലിക്കാരികള്. അമ്മ എവിടെ പാത്തും പതുങ്ങി നിന്നെന്നാ? ഇവള് ആരുടെ പക്ഷം പിടിച്ചെന്ന് ആന്റി പറയുന്നത്? എന്റെ മകൻ എന്നോട് സംസാരിച്ചത് ഇവളവിടെ മറിഞ്ഞു നിന്ന് കേട്ടെന്ന് എനിക്ക് ഉറപ്പാ. അതോ എനിക്ക് ഇവള് നെല്ലിക്ക ജ്യൂസും കൊണ്ട് വന്നത്? ഒരിക്കലുമല്ല. ബസുമതി ഈ പറഞ്ഞ സമയം മുഴുവൻ ഈ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചതിന്റെയും കുടിച്ചതിന്റെയും എച്ചിലെടുത്തും ഗ്ലാസ് കഴുകി അടുക്കളയില്. അതിനിടയില് ഇവളാരുടെയും പക്ഷം പിടിച്ചെന്നും പരിഹസിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? ശാരദമ്മേ, ഇവളെ ഒന്ന് അടിച്ചൂന്ന് വെച്ച് എനിക്ക് നിങ്ങളോട് കാരണം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോടൊന്നല്ല, ആരോടും. അതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല ബസുമതി. വീട്ടുജോലിക്ക് നിൽക്കുന്നെന്ന് കരുതി നിങ്ങളുടെ അടിയും ചവിട്ടും കുത്തും വാങ്ങേണ്ട മിണ്ടാപ്രാണിയൊന്നും അല്ല ഇവള്. എന്നെയും നിങ്ങളെയും പോലെ അടികൊണ്ട വേദനിക്കുകയും മുറിപ്പെടുത്തിയ ചോര ഒഴുകുകയും ചെയ്യുന്ന ശരീരം ഇവക്കും ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ചുവന്ന ചോരയും ഇവളുടെ ശരീരത്തിന് പച്ച നിറത്തിലെ ചോരയും അല്ല വരുന്നതെന്ന് ഒന്ന് ഓർത്താ നന്നായിരിക്കും. സ്പിരിറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലായി. പാത്രം കഴുകാൻ നിൽക്കുന്നവർക്ക് നൊന്താ ശാരദാമ്മയ്ക്കും വേദനിക്കുന്നത് സ്വാഭാവികം. രണ്ടാളും ചെയ്യുന്നത് ഒരേ തൊഴിലാണല്ലോ. പക്ഷേ ഈ വീട് ഭരിക്കുന്നത് വസുമതിയാ. ഭരിക്കുന്നവരെ തീരുമാനിക്കും കാര്യങ്ങള്, അല്ലാതെ ജോലിക്ക് നിൽക്കുന്നവളല്ല. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാന് ഇവൾക്കൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, അത്ര വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി പോറ്റിക്കോ ശാരദാമേ. ഇത് ലച്ചുവിന്റെ നാടാ. ഇവിടെ ഉള്ളവരെല്ലാം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. സ്വാതിയുടെ കൂടെ ചെല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ആ ബുദ്ധി. സ്വാതി ചെല്ലേ. അത് അപ്പച്ചി രണ്ടു മൂന്നോട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. എവിടെ പോയല്ല സഞ്ജു ഒന്ന് ഫ്രീ ആവുക. അമ്മു അവിടെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ചെല്ലേ. അമ്മു, അമ്മു, ഞാൻ അമ്മുവിനെ കാണാൻ വന്നതാ. അമ്മോ? അതെ, എന്റെ വീട്ടിലെ അമ്മു നിന്നത്. മുത്തശ്ശി മരിച്ചപ്പോ ഞങ്ങളാ അമ്മുവിനെ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇത് അമ്മുവിന്റെ വീടല്ല. ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചില്ലേ, ബാലാമണി അമ്മ എന്ന പേരുള്ള? ദൈവമേ,
ഈ കുട്ടിയുടെ വീട്ടിലെ ലച്ചു നിൽക്കുന്നത്. ആരെങ്കിലും ഇപ്പൊ വന്നാ ഈ കുട്ടി വന്നതുപോലെ ഇപ്പൊ പോയില്ല. മുത്തശ്ശിയുടെ മരണത്തിന് വന്നിട്ട് അമ്മു ഇതുവരെയും തിരിച്ചു വന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നതാ ഞാൻ. ലച്ചു അവിടെ എത്തിയില്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മു ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം. നോക്ക്, അവളെ കാണാതെ ഞാൻ പോവില്ല. കുട്ടി പറയുന്ന അമ്മുന്റെ വീടല്ല ഇത്. ഞങ്ങൾക്ക് അമ്മുനെ അറിയില്ല. ഇവിടെ നിന്നൊരു കുട്ടിയെ സിറ്റിയിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ടില്ലേ? ഇല്ല, ഇവിടെ ഞാനും എന്റെ ഭർത്താവും അമ്മയും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ. നിക്ക്, അമ്മുന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഇല്ലാത്തൊരാളുടെ ഫോട്ടോ ഞാനെന്തിനാ കാണുന്നത്? കുട്ടിക്ക് വീട് തെറ്റിയതാ. പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറയാത്തതാ. നിങ്ങൾ പറയണ്ട, ഞാൻ അയൽക്കാരോട് ചോദിച്ചോളാം. അവര് പറഞ്ഞോളൂ. എന്നപ്പോ ചോദിക്കും. ദൈവമേ, വലിയ കുഴപ്പങ്ങളാ വരാൻ പോകുന്നത്. അമ്മു അവിടെ ഉണ്ടാവും. അമ്മുനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൾ എന്നെയും കണ്ടിട്ടില്ല. ഇനി ലച്ചുവിനറിയുന്ന പെണ്ണായിരിക്കും അമ്മോ. എങ്കിൽ പിന്നെ എല്ലാം അവസാനിച്ചു തന്നെ. നാശം. ഈ നാട്ടിലേക്കുള്ള ഓരോ വരവും കുഴപ്പം പിടിച്ചതാ. എടാ, അങ്ങോട്ട് നോക്കി. ആ നിൽക്കുന്ന നമ്മുടെ ലച്ചുവിനെ കിട്ടിയ പയ്യനല്ലേ? അതെ, ആ കൊച്ചൻ തന്നെയാ. എന്താണെന്ന് ചോദിക്കാം, വാ. മോളെ, നീയും സഞ്ജുവും അമ്മുവിന്റെ വീട് തേടി പോയതല്ലേ? എന്നിട്ട് കാര്യമായ ഒരു വിവരം കിട്ടിയതുമില്ല. അതിന്റെ പേരിൽ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഈ അച്ഛന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഇതൊക്കെ. ഞാനൊരു BP പേഷ്യന്റ് ആണെന്ന കാര്യം മോക്ക് അറിയാവുന്നതല്ലേ? ആ പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നത് അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്. അതിന്റെ ദോഷം അനുഭവിക്കേണ്ടത് നമ്മളാണെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി പ്രഭേ? ആറ്റുനോറ്റിരുന്ന മകളുടെ എൻഗേജ്മെന്റാ മുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? എൻഗേജ്മെന്റ് മുടങ്ങുമെന്ന് മാത്രം താൻ പറയരുത്. തറവാട്ടി വെച്ച് ഇവള് പറഞ്ഞിട്ട് പോയത് പ്രഭ മറന്നോ? നമ്മളൊന്നും അല്ല അവക്ക് വലുതെന്ന്. രക്തബന്ധം പോലും ഇല്ലാത്ത അവളാണെന്ന്. അമ്മുവിനെ പറ്റി വിവരം കിട്ടിയിട്ട് മതി എൻഗേജ്മെന്റ് എന്നേ ഞാൻ പറഞ്ഞോളൂ. അമ്മു അമ്മു അമ്മു, എനിക്കിത് കേട്ടിട്ട് ഭ്രാന്ത പിടിക്കുന്നേ. ആരോ തലയടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന അനിയത്തി വേഷം കെട്ടിച്ചതിന്റെ നാണക്കേട് അവക്കല്ല. അവളിനി വരില്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ജീവിതകാലം മൊത്തം കഴിച്ചു കൂട്ടുവോ? അവളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ വായിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ പോയത് അമ്മുവിന്റെ വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. മുത്തശ്ശിയുടെ പേര് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ബാലാമണി അമ്മ അവരുടെ പേര്. അതുവെച്ചാ ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത്. പ്രഭേ, ഇവര് പോയത് ആ വീട്ടിൽ തന്നെയാ, അതിനൊരു സംശയം വേണ്ട. പക്ഷേ ആ വീട്ടുകാർ ആ പെണ്ണിനെ അറിയില്ല എന്ന് കളവ് പറഞ്ഞതാ. ഇതുപോലെ പലരും അവരുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാലോചിക്കണം? ഞാൻ പറഞ്ഞാലേ വല്ലതും കൂടിപ്പോവും. പ്രഭേ, നിങ്ങളുടെ പുന്നാര മോളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെയുള്ള അലച്ചിലൊന്ന് മതിയാക്കാൻ പറ. ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരല്ലേ നമ്മള്? സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. ആ പെണ്ണ് എന്ന് വന്ന് കേറിയോ അന്ന് തുടങ്ങിയതാ നമ്മുടെ സമാധാനക്കേട്. അമ്മു, നീ എവിടെയാ? നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അമ്മു. അല്ലെങ്കിൽ നീ എവിടെയായിരുന്നെങ്കിലും ചേച്ചി ഒന്ന് വിളിച്ചേനെ.
എന്താ മോളെ നിനക്ക് പറ്റിയ? ഇയാൾക്ക് കിടക്കാറായോ? എല്ലാരും കിടന്നല്ലോ ചേച്ചി. എന്നമാ കിടന്നോ. എന്താ അമ്മു? വെറുതെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു പോയത് ചേച്ചി. എന്ത് കാര്യങ്ങള്? നമ്മുടെയൊക്കെ ജീവിതം തന്നെ. നമ്മുടെയല്ല, എന്റെ ജീവിതം തന്നെ പറയാം. വേറൊരാളുടെ ജീവിതം അളക്കാൻ നമ്മളാളല്ലല്ലോ. എന്റെ ജീവിതം ശാന്തായിരുന്നു ചേച്ചി. അധികം മാവലാതികളില്ലാത്ത ഒരു കൊച്ചു ലോകം. പെട്ടെന്നൊരു കൊടുങ്കാറ്റില് ഒരില പുഴയിലേക്ക് പാറി വീണ പോലെ. അതുവരെ ഒരിടത്ത് ഉറച്ചു നിന്നതല്ലേ. ആ ഇലയ്ക്ക് അറിയില്ലല്ലോ ഏത് കുത്തൊഴുക്കിലേക്കും ചുഴിയിലേക്കോ വീഴാൻ പോകുന്നതെന്ന്. എന്നിട്ട് എന്ത് പറ്റി ആ ഇലയ്ക്ക്? പറ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പുഴയൊരുക്കി പാഞ്ഞു പോകുമ്പോ താങ്ങി നിർത്താൻ ഒരു പാറക്കൂട്ടം കിട്ടി. അവിടെ ഭദ്രമായി പാവയില. പിന്നെന്താ അമ്മുക്കുട്ടി ഇപ്പൊ പ്രശ്നം? പ്രശ്നം വേറെ ആർക്കും ഇല്ല ചേച്ചി, എന്റെ മനസ്സിന് തന്നെയാ. ഇതൊക്കെ നിങ്ങൾ തരുന്ന ഈ സ്നേഹമൊക്കെ അർഹിക്കുന്നുണ്ടോന്ന് ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ? തണല് തന്നവരെയൊക്കെ തളർത്താനേ എന്നെക്കൊണ്ട് പറ്റിയിട്ടുള്ളൂ ചേച്ചി. നാളെ നിങ്ങളും തണല് തന്നവരെന്ന് പറഞ്ഞ ആരെയാ അമ്മ ഉദ്ദേശിച്ചത്? അത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഞാൻ കാരണം സങ്കടം ഉണ്ടായിട്ടുള്ളൂ എന്നാ ഉദ്ദേശിച്ചത്. അതാണോ? അമ്മുവിനെ സ്നേഹിച്ചത് കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നെങ്കിൽ ശാരദാമ്മ മക്കളും അതിന് സഹിച്ചു. സ്നേഹത്തിന്റെ മറ്റൊരു പേരാ അമ്മു വേദന. മനസ്സിൽ എത്ര സ്നേഹമുണ്ടോ അത്രയും നമ്മൾ വേദനിക്കും. ഞാൻ ചായ എടുക്കാം. എനിക്കുള്ളത് ഇങ്ങനെ തന്നേക്ക്. സൂപ്പർ ചായ ആണല്ലോ. ആ കണ്ടു പഠിക്ക ശ്യാമേ. നിന്നെയൊക്കെ പോലെ മടി പിടിച്ചേ സൂര്യൻ ഉച്ചിയിലടിച്ചാലും കൂനിക്കൂടി കിടന്ന് ഉറങ്ങുകയല്ല. നേരം പരപരാ വെളുക്കുമ്പോഴേ ഒരു വീട്ടിലേക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു വെക്കും. ഓ ആയിക്കോട്ടെ. അമ്മ വേണമെങ്കിലേ ഞങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് അമ്മൂനെ മകളായിക്കോ. വേണമെങ്കിൽ ഞാൻ അതും ചെയ്യൂടി. ഏത് വീട്ടിൽ ചെന്ന് കേറിയാലും അവിടെ വിലമതിക്കാൻ പറ്റാത്ത സ്വത്താ എന്റെ അമ്മുമോള്. എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോ നീ എങ്ങോട്ട് ഒഴിഞ്ഞു മാറിയത്? പേടിച്ച് പരിഭ്രമിച്ച് ഓടിപ്പോകുന്ന ഞാൻ കണ്ടല്ലോ. അത്
ഞാൻ പറഞ്ഞില്ലേ എന്റെ പിന്നാലെ ഒരാൾ നടക്കുന്നുണ്ടെന്ന്. അതിന് അതും ആ കുട്ടികളുമായിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ട് എന്താ ബന്ധം? ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാ. അവരത് എടുത്ത് ചിലപ്പോ കേടും. അപ്പോ ഫോട്ടോയിലുള്ളവരെ കൂടെ എന്നെയും കാണും എല്ലാരും. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ കണ്ട അടുത്ത നിമിഷം അയാൾ ഇവിടെ എത്തുന്ന ഉറപ്പാ. നിനക്ക് അയാളെ അത്രയ്ക്കും പേടിയാണ് എപ്പോഴും? ചേച്ചിക്ക് അറിയില്ല അയാളുടെ സ്വഭാവം. എന്റെ കാര്യത്തിൽ അയാൾക്ക് ഒരു അരപ്രാന്തന്റെ മട്ട. അരപ്രാന്തായാലും മുഴുപ്രാന്തായാലും ഇനി അയാളെ പേടിക്കേണ്ടെന്ന് നിന്നോട് ഞങ്ങളല്ലേ പറഞ്ഞിരുന്നത്? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ധൈര്യത്തിലാ പണ്ട് അയാൾ നിന്റെ പിന്നാലെ നടന്നത്. വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയതോടെ അയാൾക്ക് അന്നേ തൃപ്തിയായിട്ടുണ്ടാവും. ഇനി എന്തായാലും നിന്റെ പിന്നാലെ അയാൾ വരാൻ പോകുന്നില്ല, അത് ഉറപ്പിക്കാം. അതെ, അല്ലെങ്കിലും അയാള് നീയായിട്ട് ഇനി എന്താ ബന്ധം? അയാള് താലി കെട്ടാൻ കാത്തിരുന്ന കല്യാണ മണ്ഡപത്തിൽ നിന്ന് അയാളെ കബളിപ്പിച്ച് ഓടിക്കളഞ്ഞൊന്നും അല്ലല്ലോ നീ. ആണോ? അയ്യോ അയ്യോ ഇല്ലമ്മേ. അതിന് നീ എന്തിനാ ഇത്ര ഞെട്ടുന്നത്? ഇവിടെ ഉണ്ട്. എന്താടി, അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ ഇതിനകത്ത്? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി. വലിയ ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് തിന്നമെടുക്ക അവൻ കാണിച്ചത്. നാട്ടിലെ കൊട്ടേഷൻ കാര്യം പരിചയമുണ്ടല്ലോ. നരേന്ദ്രന്റെ ദേഹത്ത് കൈവച്ചവന്റെ കൈ ഞാൻ വെട്ടും. ആദ്യം ലച്ചുവിന് എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ബ്ലഡി റാസ്കൽ. ആ സ്ത്രീ വസുമതി കുഞ്ഞമ്മന്നല്ലേ മോഹൻദാസ് അവരുടെ പേര് പറഞ്ഞ്? ആ, വസുമതിയോ കുസുമതിയോ അങ്ങനെ എന്തുവാ പറഞ്ഞത്? അല്ല, അളിയൻ അവരുടെ വീട്ടിൽ കണ്ടത് ലക്ഷ്മിയത്തിന്റെ ആണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ, നീ എന്താടാ കരുതുന്നേ? നരേന്ദ്രൻ നമുക്ക് ഭ്രാന്താന്നോ? അതല്ല അളിയ, അവളെ തന്നെയാണ് അളിയൻ കണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീണ്ടും ഒന്ന് പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏയ്, അവിടെ പോയിട്ട് എനിക്ക് കാര്യമില്ലടാ. അത് പറ്റി? ഞാൻ അവളെ മാത്രല്ല, അവളെ എന്നെയും കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവളവിടെ നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണല്ലോ. ആ മോഹൻദാസിനെ കൊണ്ട് ഞാൻ രഹസ്യമായ അന്വേഷണം നടത്തി. അവിടെ ഒരു പെൺകുട്ടി ജോലിക്ക് ഉണ്ടായിരുന്നെന്നും അവൾ അവിടുന്ന് മുങ്ങിയെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരി. അപ്പൊ പിന്നെ ഇനി എവിടെ പോണോ നാളെ ഉദ്ദേശിക്കുന്നത്? അന്വേഷിക്കാൻ ഏൽപ്പിച്ച ചെലവന്മാരുടെ കോള് വരാനുണ്ട്. ശാരദ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത് ഉപജീവനത്തിന് വേണ്ടിയാ. ശാരദയുടെ മക്കളെ കൈവയ്ക്കാനും വീട്ടിലെ ഹോട്ടലിൽ കയറി കളിക്കാനും നോക്കിയാ അരിഞ്ഞു കളയും ഞാൻ. നീ എത്ര മുന്തിയവനായാലും. ശാരദാമ്മേ, അവനെ തൊട്ടിട്ട് ശാരദാമ്മയുടെ കൈ നാറണ്ട. അവനെ ഇങ്ങോട്ട് വിട്, ഞങ്ങള് തീർത്തു കൊടുക്ക അവന്റെ തരിപ്പ്. കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് പോക്കണം കേട് കാണിച്ചിട്ട് ഒരുത്തനും തടിയടാതെ പോയിട്ടില്ല ഇവിടുന്ന്. ഞങ്ങളുടെ ശാലിനി മോളെ കൈ വെച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാനോ? അയ്യോ, ഒന്നും ചെയ്യല്ലേ. സുഖമില്ലാത്ത ആളാ. ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അതിന്റെ ചികിത്സയിലിരിക്കുന്ന ആളാ. അറിയാം, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇയാളേതോ ലച്ചുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ചുമ്മാ പെണ്ണുങ്ങൾക്കിടയിൽ ഇടിച്ചു കയറാനുള്ള അടവാ. അയ്യോ, അടവൊന്നല്ല പെങ്ങളെ. ഈ ലച്ചു എന്ന് പറയുന്നത് അളിയന്റെ ഭാര്യയുടെ പേരാ, ലക്ഷ്മി. 2 മാസം മുമ്പ് ഈ ലക്ഷ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. അതിൽ പിന്നെ അളിയൻ എങ്ങനെയാ
കാണുന്ന പെണ്ണുങ്ങളൊക്കെ ലച്ചുവാണെന്ന് വിചാരിക്കും. ആ വിചാരം ഞങ്ങളങ്ങ് മാറ്റി കൊടുത്തേക്കാം. നല്ല അടി അതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അയ്യോ അയ്യോ ഒന്നും ചെയ്യില്ല. നീ വന്നേ. ഞാൻ ആരാന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാടാ. അയ്യോ കൃഷ്ണേട്ടാ വേണ്ട, മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടല്ലേ, ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ പാവം. അമ്മയുടെ മനസ്സ് കണ്ട് ഞങ്ങൾ ഇവിടെ പോകാനാണ് ഈ ചുരുക്കി നിർത്തിയിരുന്നത്. ശ്യാമ രാവിലെ തന്നെ ക്ലാസ്സിൽ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. സകല അനുഗ്രഹങ്ങളും സകല വിജയങ്ങളും ഉണ്ടാവട്ടെ. നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലേ അമ്മയെന്ന്? ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടായ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരെത്ര വലുതായാലും ഒരു വേദന ഉണ്ടാവുമ്പോ അറിയാതെ വിളിച്ചു പോകുന്നത് അമ്മയെന്ന. അങ്ങനെ വേണം മോളുടെ മനസ്സിലും ഒരു ബോധം ഉണ്ടാവാൻ. ലോകത്തിന്റെ ഏതറ്റത്തു പോയാലും എത്ര കഠിന പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും ഈ അമ്മയുടെ മനസ്സ് മോളുടെ കൂടെ ഉണ്ടാവും. ഏത് കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്താൻ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്, ഈ വീട്. ഏത് പാതിരാത്രിയിലും മോളുടെ ഒരു വിളിക്ക് കാതോർത്ത് കിടക്കുന്ന ഒരു അമ്മയും ഉണ്ട് ഇവിടെ, ശാരദാമ്മ. വിശന്ന് വലഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരില്ല ചോറും ഇവിടെ നിനക്കുണ്ടാവും കുടുംബശ്രീയില്. സങ്കടമുണ്ട് പോന്നേല്. പക്ഷേ സ്വാതിക്കടുത്തേക്കല്ലേ നീ പോന്നേ. അവിടെ എന്ന് നീ സുരക്ഷിതയായിരിക്കും. ആ തണല് വിട്ട് ഇനി എങ്ങോട്ടും പോവാതിരുന്നാ മതി. പോയിട്ട് വാ മോളെ. ശരി. മുത്തശ്ശി, ഇത് നോക്കി. എന്താ മോളെ, വെള്ളം വല്ലതും വേണോ? വേണ്ടേട്ട. ശരി. മുത്തശ്ശി വെറുതെ പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. രാജകുമാരനൊക്കെ കഥകളിൽ മാത്രല്ലല്ലോ. എന്നിട്ടിപ്പോ വന്നില്ലേ ഒരു രാജകുമാരൻ? ലച്ചുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത്? ശരിക്കും ലച്ചുവിന് അമ്പലത്തിൽ വെച്ച് ആ ചേട്ടൻ കണ്ടതാണോ? അങ്ങനെയല്ലേ നരേന്ദ്രൻ പറഞ്ഞത്. ഫോട്ടോയിൽ കണ്ടയാളെ ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശി. അവൻ നിന്നെ കണ്ടു. ഏതായി കുട്ടിയെന്ന് അന്വേഷിച്ച് അടുത്തതല്ലേ? എനിക്ക് അങ്ങനൊരു ഭാഗ്യം വരൂ മുത്തശ്ശി. കല്യാണം ഉറപ്പിച്ചിട്ട് എന്തായി കുട്ടി പറയണത്? വലിയ വീടും കാറൊക്കെ ഉള്ള ചേട്ടനാ ലച്ചിനെ കെട്ടാൻ വരുന്നേ. ലച്ചിന് ഇനി കാറിലൊക്കെ പോവാം. എനിക്ക് എന്ത് ഭാഗ്യം വന്നാലും എന്റെ മുത്തശ്ശിയും കൂടെ വേണം. ഞാൻ അവിടെ ചെന്നിട്ട് മുത്തശ്ശിയെ വിളിക്കാൻ വരും. കൂടെ വരണേ. എന്റെ കുട്ടി ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മുത്തശ്ശിയുടെ കാര്യം. ഞാൻ എങ്ങും എത്തിയില്ല മുത്തശ്ശി. അദ്ദേഹത്തെ വിട്ട് പാതി വഴിയിൽ പിരിഞ്ഞു പോവാനായിരുന്നു മുത്തശ്ശിയുടെ ലച്ചുവിന്റെ വിധി.
ഓക്കെ. ആ, നീ ഇവിടെ നിൽക്കുകയാണോ? ദേ, അച്ഛൻ എൻഗേജ്മെന്റിന് പോകാൻ ഇറങ്ങി നിൽക്കുക. ശ്രീദേവിയമ്മയ്ക്ക് ചായ എടുക്കാൻ വന്നതാ. ആ, അച്ഛൻ നിന്നെ അന്വേഷിച്ചതല്ലേ? ആ, നീ എന്താണെന്ന് പോയി ചോദിച്ചിട്ട് വാ. ഒന്നാമത് ദേഷ്യം കയറി നിൽക്കുക. ദേ, ചായയൊക്കെ പിന്നെ കൊണ്ടുപോയി കൊടുക്കാം. വെച്ചിട്ട് പോ നീ. വേഗം ചെല്ല്. മണ്ട 26 വർഷം പഴക്കമുള്ള ഡ്രസ്സും ധരിച്ചു നിൽക്കുന്നു. ഇവന് ലജ്ജ എന്നൊരു വികാരമേ ഇല്ല. എന്തായാലും മോന്റെ ഈ വേഷം കണ്ടൊന്ന് സായുജ്യമടയാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. എന്നാ വൈകണ്ട, ഇറങ്ങാം. അമ്മ എവിടെ? അമ്മ ഉറങ്ങാണല്ലോ മോനെ. 6 മണിക്കൂർ കഴിയാതെ നിന്റെ അമ്മ ഇനി എണീക്കില്ല. ശ്രീദേവി ഇതുവരെ ഇറങ്ങി വന്നില്ല. ആരെങ്കിലും ചെന്ന് അവളെ കൂട്ടിട്ടോ? ശ്രീദേവി പൂജാമുറിയിലായിരിക്കും മോനെ. അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ. ചെന്ന് ക്ഷണിക്കാൻ കാത്തിരിക്കുകയായിരിക്കും അകത്തമ്മ. നീ ഒന്നും മിണ്ടാതിരിക്കെ, ഈ ചടങ്ങൊന്നും കഴിയട്ടെ. എന്താ അവള് വാതിൽ തുറക്കുന്നില്ലേ? ഇല്ല. അമ്മേ, വാതിൽ തുറക്കമ്മേ. അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. ശ്രീദേവി എടുത്ത് എന്തേ കാണിക്കുന്നേ? വാതില് തുറക്ക്. അമ്മ. മോളെ, മോളെ വാതിൽ തുറക്ക്. അമ്മ. മോളെ. ഇതെന്താ മുത്തശ്ശ വാതിൽ തുറക്കാത്ത? മോളെ. നീ എന്താടി എന്നോട് പറഞ്ഞത്? ശ്രീദേവി വരില്ലെന്നല്ലേ? പിന്നിപ്പോ ആരാ മകന്റെ ഒപ്പം കേറിപ്പോയത്? പറയാൻ വലിയച്ചി. നീ ഇനി എന്നെ എങ്ങനെ വിളിക്കണ്ട. നീ അതിലർഹയല്ലേ. അവളെ തടയാൻ നിനക്ക് കഴിഞ്ഞോ? കാര്യം അറിയാതെ വലിയച്ചി ചാടിക്കടിക്കല്ലേ. ചായയിൽ ഞാൻ ശ്രീദേവിക്ക് മരുന്ന് കലർത്തി കൊടുത്തതാണ്. എന്റെ മകളുടെ വിവാഹ നിശ്ചയ വേദിയിൽ കയറി വന്നത് ശ്രീദേവിയുടെ പ്രേതമാണോ? അവള് ചായ കുടിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ് മയങ്ങി പോവാത്തതെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്നെ ഒന്ന് വിശ്വസിക്കൂ പ്ലീസ്. അവള് വിവാഹ നിശ്ചയ വേദിയിലുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവളിവിടുന്ന് പോകാതെ ഈ ചടങ്ങ് നടക്കില്ല. കാഞ്ചനയ്ക്ക് ജീവനുണ്ടേ, അത് നടത്തില്ല. ഈ ചടങ്ങ് മുടക്കാൻ എനിക്കൊരു വാക്ക് മതി. എന്റെ മോളെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. അമ്മു വരാതെ നിശ്ചയത്തിന് വരില്ലെന്ന് വാശി പിടിച്ചിരിക്കുക അവള്. അമ്മുനെ ഞാനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേന്ന് മാത്രം ഞാൻ പറഞ്ഞാ മതി. ആ നിമിഷം അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ചടങ്ങ് മുടങ്ങിയതിനും ആരും എന്നെ പഴി പറയില്ല. ശ്രീദേവി ഓഡിറ്റോറിയം വിട്ട് പോയില്ലെങ്കിൽ അവസാനത്തെ അസ്ത്രം ഞാൻ പുറത്തെടുക്കും. കാഞ്ചനയ്ക്ക് വിലപ്പെട്ടത് ആത്മാഭിമാനോ? ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ഇന്ന് ഈ ചടങ്ങ് ഭംഗിയായി നടന്നേ പറ്റൂ. ശ്രീദേവിയെ ഞാൻ ഒഴിവാക്കി തരാം. എങ്കിൽ അവളെ വിളിച്ചോണ്ട് പോടി. അവളുടെ സാന്നിധ്യം പവിത്രമായ സ്ഥലത്ത് മാലിന്യം വീണതുപോലെ എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് പഴിച്ചു പോവില്ല. ഒരവസരം കൂടി എനിക്ക് വലിയച്ചതാ. അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. സമയാവുന്നതുവരെ ഞാൻ കാത്തിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യും. ഇതിലും നീ തോറ്റാൽ പിന്നെന്ത് വേണമെന്ന് കാഞ്ചന തീരുമാനിക്കും. കാശു സ്വർണം പോട്ടെന്ന് വെക്കാം. ആധാരം അവര് എവിടെയാ പൂഴ്ത്തി വെച്ചിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നത് ലച്ചുവിനത് അറിയാമെന്ന. അത് കണ്ടെടുക്കണമെങ്കിൽ അവള് തന്നെ വരണം. അവിടെ പോയാലും മുടി ശ്രദ്ധിക്കണേ മോളെ. മനസ്സിലെന്തോ ഒരു ഉത്കണ്ഠ പോലെ, എന്തോ അനർത്ഥമായി സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. എന്താ മുത്തശ്ശി, കല്യാണത്തിന് വല്ല തടസ്സമുണ്ടോ?
നരേന്ദ്രന് നിന്നോടുള്ള പെരുമാറ്റം തന്നെ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നതുപോലെ. നരേന്ദ്രൻ ചേട്ടനല്ലേ ഈ വിവാഹാലോചന കൊണ്ടുവന്നത്? കല്യാണത്തിന്റെ ചെലവ് നടത്തുന്നതും നരേന്ദ്രൻ ചേട്ടനല്ലേ? പക്ഷേ അവന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികള് അങ്ങനെയൊന്നുമല്ല. എന്താ അവന്റെ മനസ്സിലെന്ന് അറിയാനും കഴിയുന്നില്ല. മോളെ, നീ അവനെ ഒന്ന് സൂക്ഷിക്കണം. എങ്ങനെ നിന്നോട് പറയണമെന്ന് മുത്തശ്ശിക്ക് അറിയില്ല. എന്താ മുത്തശ്ശി? ഇത്രയും കാലമായി മുത്തശ്ശിക്കില്ലാതിരുന്ന ഒരു ഉത്കണ്ഠയാ. മോള് തനിയെ അവന്റെ മുമ്പിൽ ചെന്ന് ചാടരുത്. അവൻ കണി കണ്ടാൽ ഉടനെ വേഗം തിരിച്ചു പോന്നോണം. നീ ഒരു പെണ്ണായതുകൊണ്ട് മുത്തശ്ശിയുടെ ഉത്കണ്ഠ മോക്ക് മനസ്സിലാവും. അതെനിക്ക് പറയാൻ വാക്കുകൾ പോരാ കുട്ടി. ചിലരെന്ത് ചെയ്താലും അതിന് പ്രതിഫലം പറ്റുന്നവരാ. എന്താ മാഡം? ഇവിടെ ആരെയും കാണാത്തോണ്ട് ഞാൻ വന്നതാ. അവിടെ സുഖമില്ലാത്തൊരാളുണ്ട്. ഈ ജ്യൂസ് എടുത്തു, ഞാൻ കാണിച്ചു തരാം. ശരി മാഡം. ശരി. ഓക്കെ. അതെ, ദേ ആ നിക്കുന്നില്ലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. പയ്യന്റെ അമ്മയാ. ശരി. ഓക്കെ. ആ കവിത സുഖല്ലേ? ആ സുഖം. വിവാഹം വേണ്ടെന്നാണ് തീരുമാനം? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇരിക്കെ, ഞാൻ വരാം. ആ ശരി. മുഹൂർത്തത്തിന് സമയാവാറേ, എല്ലാവരും എത്തി. ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടെ. വേണ്ട. ഈ സ്വാതി എന്താ എടുക്കാത്തത്? ഇനിയിപ്പോ ശാലിനി തന്ന നമ്പർ തെറ്റായിരിക്കോ? എടുക്കു സ്വാതി, ചിലപ്പോ അമ്മു ആണെങ്കിലോ? ഹലോ. ആ സ്വാതി മോളല്ലേ? അതെ. ആരാ? മോളെ, ഞാൻ ശാലിനിയുടെ അമ്മയാ, കുടുംബശ്രീ ശാരദ. ഇന്ന് മോളുടെ വിവാഹ നിശ്ചയമല്ലേ? ഞാൻ അമ്മയെ വിളിച്ചോളാം. അയ്യോ മോളെ, മോളെ കട്ട് ചെയ്യല്ലേ. ഞാൻ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മോളുടെ പുതിയ കൂട്ടുകാരിയില്ലേ, ഈ അനിയത്തിയെ പോലെ കരുതുന്ന കൂട്ടുകാരി അമ്മു. അവൾ ഇത്രയും ദിവസം എന്റെ കൂടെ ആയിരുന്നു. മോളുടെ വീട്ടിലുണ്ടായിരുന്ന അമ്മുവിന്റെ കാര്യം തന്നെയാ. മോക്ക് ശാരദാമ്മയെ വിശ്വസിക്കാം. ശാരദമ്മയുടെ കൂടെ ആയിരുന്നു അമ്മു? ആ മോളെ, ഇപ്പൊ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നീ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ? ഇവിടെ വന്നിട്ടും കവിതേശ് ഒരു ശ്രമം കൂടി നടത്തി, അതും തടഞ്ഞ ഞാനാ. നീ നിറയെ ആൾക്കാരുള്ള സ്ഥലം അത്. ആരെങ്കിലും കണ്ടാലേ കവിതേശിക്ക് തന്നെ അപമാനം. നീ എപ്പോഴാടി അവളുടെ ഭാഗം ചേർന്നത്? ഞാൻ ഭാഗം പിടിച്ചിട്ടൊന്നുമില്ല, കുറച്ച് വിവേകബുദ്ധി കാണിച്ചെന്ന് മാത്രം.
ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ വിട്ട് സഞ്ജു വിവാഹ നിശ്ചയത്തിന് വരുമെന്ന് കരുതിയ കവിതച്ച് മണ്ടിയല്ലാതെ പിന്നെ ആരാ? ഇവിടെ വെച്ച് അവന്റെ അമ്മയ്ക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? ഈ ചടങ്ങ് നടക്കുവോ? ഞാൻ എന്തു പറഞ്ഞാലും ശ്രീദേവിടത്തിയോടുള്ള പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന കവിതേച്ചിയുടെ ചെവിയിൽ ഒന്നും കേറില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇതല്ലാതെ മറ്റെന്ത് വഴിയാ ഉള്ളത്? എൻഗേജ്മെന്റ് നടന്നു കിട്ടാനല്ലേ നീ കൂടെ നിന്ന് എന്നെയും വലിയേച്ചിയും ചതിച്ചത്? എന്നാ നീ കേട്ടോ, ശ്രീദേവി ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ സഞ്ജുന്റെയും ശ്രീകുട്ടിയുടെയും വിവാഹ നിശ്ചയം ഇന്നിവിടെ നടക്കില്ല. നടത്തില്ല വലിയേച്ചി. ഇനിയും നിനക്കറിയില്ല ഞങ്ങൾ എന്തിനീ വിവാഹത്തിന് ഇത്രയും താല്പര്യം കാണിച്ചു. അതെന്റെ അഭിനയമാണെന്ന് നീയെങ്കിലും തിരിച്ചറിയുമെന്ന് ഞാൻ കരുതി. പക്ഷേ കാഞ്ചന നിന്റെ മുന്നിൽ തല കുനിച്ചെന്ന് കണ്ട് നീ ആഹ്ലാദിച്ചു, അഹങ്കരിച്ചു. മുറിയിൽ കഴിഞ്ഞവൾ പുറത്ത് ചാടി. ഇല്ലടി, എനിക്ക് ഈ ജന്മം നിന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല. നിന്നെ ലക്ഷ്യം വെച്ച് തന്നെയടി എന്റെ മോളെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അവളവിടെ പ്രവേശിച്ചു കഴിഞ്ഞ കണക്കുകൾ എണ്ണി എണ്ണി തീർക്കാൻ കാഞ്ചന വരും. മംഗളകർമ്മത്തിൽ അശുദ്ധിയുടെ ചേറ് പടർത്താതെ കടന്നു പോടി. നീ പോയില്ലെങ്കിൽ വേദിയിൽ വെച്ച് നിന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ആവർത്തിക്കും. സദസ്സിൽ വെച്ച് നിന്നെ നാണം കെടുത്തി ഞാൻ ഇറക്കിവിടും. എന്റെ മകളുടെ വിവാഹ നിശ്ചയം മുടങ്ങിയാലും എനിക്കൊന്നുമില്ല. എന്നെ ധിക്കരിച്ച് അവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ അവള്. ഞാൻ എന്തിനാ അവളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടണം? ശ്രീദേവി ആരും കാണാതെ പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം കാരണക്കാരി ശ്രീദേവി മാത്രമായിരിക്കും. എടി, അർഹതയുള്ളിടത്തേ പോകാവൂ. കാഞ്ചനയ്ക്കൊപ്പം നിൽക്കാൻ നീ 7 ജന്മം എടുത്താലും നടക്കില്ല. എന്നെ ഓർത്ത് അമ്മ ടെൻഷൻ ആവരുത്. മക്കളെ ഓർത്തുള്ള അമ്മമാരുടെ ടെൻഷൻ ഒരു കാലത്തും തീരില്ല മോനെ. ഈ വിവാഹം കൊണ്ട് എല്ലാരും ഒന്നിക്കുമെങ്കിൽ അവൻ വേണ്ടെന്ന് പറയോ? ശ്രീദേവി അമ്മയെ പോലെ മറ്റുള്ളവരുടെ സന്തോഷത്തെ കവിഞ്ഞ് അവനൊന്നുമില്ല. സമയമായി, ചടങ്ങ് തുടങ്ങാം. എന്താ സഞ്ജു? അമ്മ എവിടെ? ആ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വിളിക്ക്, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. ആ
ആ പയ്യൻ ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. പേഷ്യന്റിന്റെ ആളായിട്ട് അവനും ഉണ്ട്. നമുക്ക് പോയാലോ? ആ അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? നമ്മളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നമ്മൾ നമ്മുടെ കടമ ചെയ്തു. ഇനി ഡോക്ടർമാരെ നോക്കിക്കൊള്ളൂ. ഇത്രയൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. ടെൻഷന്റെ ഇടയിൽ നിങ്ങളോട് നന്ദി പറയാൻ കഴിഞ്ഞില്ല. വലിയ സഹായം നിങ്ങൾ ചെയ്തത്. ഇത് സഹായമായിട്ടൊന്നും കാണണ്ട. ഇത് ഞങ്ങളുടെ കടമയാ, അല്ലേ മോളെ? മാഡത്തിന്റെ ബന്ധുക്കളെ കൂടെ തന്നെ വരില്ലേ? എല്ലാരും ഇപ്പൊ വരും. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. ഞങ്ങളൊരു വിവാഹ നിശ്ചയത്തിന് പോവാ മോളെ. അല്ല, ആ ഫോൺ നമ്പർ ഒന്ന് തരൂ. ഞാനത് വാങ്ങിയില്ലെങ്കിൽ ആ അമ്മയുടെ ഒന്ന് ദേഷ്യപ്പെടും. നിങ്ങളെ വിളിച്ച് നന്ദി പറയാനാ. ഓ, അതിന്റെ കാര്യമൊന്നും. എനിക്ക് ഫോണില്ല. പിന്നെ ഇതുപോലെ ആരെങ്കിലും വീട് കിടക്കുന്നുണ്ടാ വണ്ടി ഒന്ന് നിർത്തി വിവരം അറിയാൻ മനസ്സ് കാണിച്ചാ മതി. വാ മോളെ, പോവാ. ശരി. മുത്തശ്ശിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. മുത്തശ്ശിയെ അവരെല്ലാരും കൂടി ഇല്ലാതാക്കിയതാണോ? അങ്ങനെയെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല മുത്തശ്ശി. ഇതാരുടെയാ മുത്തശ്ശി? മുത്തശ്ശിയുടെ പുതപ്പിന്റെ ആണോ? അതോ ശ്വാസം മുട്ടിച്ചപ്പോ മുത്തശ്ശി മരണോപ്രാളത്തിൽ കൊല്ലാമെന്ന ആളിന്റെ ഡ്രസ്സ് വലിച്ചു പിടിച്ചപ്പോ കൈ കിട്ടിയതാണോ? മുത്തശ്ശി സ്വപ്നത്തിലെങ്കിലും വന്ന് കുഞ്ഞൂട്ടനോടൊന്ന് പറ. എനിക്ക് മനസ്സമാധാനമില്ല മുത്തശ്ശി. മുത്തശ്ശിയെ കൊന്നതാണെങ്കിൽ എനിക്ക് പകരം ചോദിക്കണം. ആരെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഈ വിവരം ലച്ചുവിനോട് പറയും. അവളൊന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. എനിക്കൊരു കുറവുമില്ലെന്ന് ആശ്വസിപ്പിക്കാൻ മുത്തശ്ശി പറയാറില്ലേ, കുഞ്ഞൂട്ട നീ ഒരാണല്ലേടാന്ന്. ഞാൻ ആണാണെങ്കിൽ മുത്തശ്ശിയെ കൊന്നവർക്ക് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കും. ദൈവമേ, രാത്രിയായല്ലോ. സമയം എത്രയെന്ന് അറിയില്ല. ഇതുവരെ ആരും വന്നില്ലേ? അവരൊക്കെ വന്നല്ലോ. ഓ, നാശം. ഉണർന്നെഴുന്നേറ്റ് വന്നിരിക്കും മറ്റുള്ളവരുടെ ഉറക്കം കളയാൻ. നിന്നെ ഞാൻ അകത്തേക്ക് എഴുന്നള്ളിച്ചത് തന്നെ. പ്രവേശ് ശ്രീകുട്ടി വരുന്നത് വരെ നീ പുറത്ത് നിൽക്ക്. ചേച്ചി ഇതുവരെയും വന്നിട്ടുണ്ടാവില്ല. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ വാതിൽ തുറന്നേനെ. സർ, ഫാർമസിയിൽ നിന്ന് ഈ മെഡിസിൻ ഒന്ന് വാങ്ങണം. അമ്മ എനിക്കൊന്ന് കാണാൻ പറ്റൂ സിസ്റ്റർ? സോറി സർ, ഇപ്പൊ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പേഷ്യന്റ് കരയാനോ സംസാരിക്കാനോ പാടില്ലെന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശമുണ്ട്. ശ്രീദേവിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോ തനിയെ ശ്വസിക്കാമെന്നായിട്ടുണ്ട്. ഇന്നലെ 6 മണിക്കൂറോടെ തുടർന്നാൽ പേഷ്യന്റ് നോർമൽ സ്റ്റേജിലെത്തും. റൂമിൽ എത്തിയിട്ട് കാണുന്നതാ സാർ നല്ലത്. മെഡിസിൻ എത്തിച്ചിട്ട് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വന്നോളൂ. ഇനി പേടിക്കാനൊന്നുമില്ല. ഇപ്പഴാ സമാധാനായത്. ഞാൻ പോയി മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാം. ഞാനും വരടാ. വാ. ദേ മോളെ, അമ്മോ, അമ്മോ, ചേച്ചി. ദൈവമേ, ശരീരം എല്ലാം തണുത്ത് മരവിച്ചിരിക്കുകയാണല്ലോ. നീ എന്താ ഓഡിറ്റോറിയത്തിലേക്ക് വരാത്തത്? ഞാൻ എത്ര വിഷമിച്ചു എന്നറിയാവോ? വീട്ടുപണിക്കാരോട് ചായ ചോദിക്കാനും ഞാൻ നാണിക്കണോടി. നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിലേ നീ ഉണ്ടായിക്കൊണ്ട് വാ. എനിക്കൊരു നല്ല ചായ ഉടനെ കിട്ടണം. ദൂരയാത്ര കഴിഞ്ഞു വന്ന് രാത്രി മുഴുവൻ അവൾ
പുറത്ത് തണുത്ത് വിറച്ച് കിടന്നതാ. അമ്മ ഒരൽപ്പം ദയ കാണിക്ക്. അടുക്കള പണിക്കാരിയെ പരിചരിക്കേണ്ട ഗതികേടൊന്നും കാഞ്ചനയ്ക്ക് വന്നിട്ടില്ലേ? മതി, ഇനിയൊരു വിസ്താരം ഇവിടെ വേണ്ട. അവളെ റൂമിലേക്ക് ചെല്ലു. പോകാൻ വരട്ടെ. നീ ചെന്ന് അവളോട് ചോദിക്കടി, ഞാൻ ഏർപ്പാടാക്കി ആരെങ്കിലും ആണോ അവളെ തട്ടിക്കൊണ്ടു പോയി ഒളിവിൽ പാർപ്പിച്ചതെന്ന്. അവള് തന്നെ പറഞ്ഞെനിക്ക് കേൾക്കണം. പ്രഭയ്ക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ. വിളിക്കവളെ, എന്നിട്ട് മതി ചായ. അവളെ വിളിച്ച് അമ്മയ്ക്ക് കരയിപ്പിക്കണം, അതല്ലേ വേണ്ടത്. എന്തായാലും അമ്മയുടെ ആഗ്രഹം നടന്നല്ലോ. വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അവളെ ശല്യം ചെയ്യുന്ന മുറച്ചെറുക്കനാ അവളെ പേടിപ്പിച്ചോടിച്ചത്. എന്നിട്ട് 2 ദിവസം അവൾ എവിടെ ആയിരുന്നു? അവന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്നാ വിളിച്ചു കയറ്റി പൊറപ്പിച്ചോ. അച്ഛനും മോളും വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇനി കാഞ്ചന അതി കയറി പിടിക്കണ്ട. കുടുംബശ്രീ ശാരദയുടെ വീട്ടിലായിരുന്നു അവള് 2 ദിവസം. പുറത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു അവൾക്ക്. ശാരദയാണ് അവളെ ഇങ്ങോട്ട് വിട്ടത്. ഓരോ ദിവസവും പുതിയ അറിവുകളാണല്ലോ വരുന്നത്. ഇനിയും വരാൻ എന്തിരിക്കുന്നെന്ന് ആർക്കറിയാം. ആ, എന്താ സഞ്ജു, ഹോസ്പിറ്റലിൽ നിന്ന് വിശേഷമല്ല ഉണ്ടോ? അമ്മയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീദേവിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് അമ്മ പറയുന്ന. വൈകിട്ട് വീട്ടിൽ പോവാന്ന് ഡോക്ടറും സൂചിപ്പിച്ചു. പക്ഷെ അമ്മയുടെ മുഖം കാണുമ്പോ അമ്മ എന്തൊക്കെയോ മനസ്സിൽ അടക്കുന്നത് പോലെ തോന്നുന്നു. ഒട്ടും സുഖത്തിലല്ല അമ്മ. ക്ഷീണം കൊണ്ട് സഞ്ജുവിന് തോന്നുന്നാവും. കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? മരുന്ന് കൊണ്ടൊന്നും മാറുന്നതല്ലോ അങ്കിൾ, മനസ്സിനെ അലട്ടുന്ന രോഗം. എന്താ മോനെ അങ്ങനെയൊക്കെ പറയുന്നേ? മാനസികമായിട്ടും അമ്മ തളർന്ന മട്ട. എന്തിനാ നേരം പുറത്തു പോയി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം അമ്മ പറയുന്നുമില്ല. അസുഖലക്ഷണം കണ്ടപ്പോ പുറത്തിറങ്ങിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സഞ്ജു ചോദിച്ച ശ്രീദേവി പറയും. അമ്മയിൽ നിന്നും കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. മനസ്സിൽ വല്ല മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ കുത്തി നോവിക്കാന്ന് മാത്രം. അമ്മ വന്ന വിവരം ശ്രീദേവി അറിയിച്ചില്ലേ? ആ, അറിഞ്ഞു. അപ്പൊ ശരിയാങ്ങളെ. അവനാകെ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. ദൈവങ്ങളെ, ആ അമ്മയെ രക്ഷിക്കണേ. എന്റെ ചേച്ചിയുടെ വിവാഹ നിശ്ചയത്തിന് പോരേണ്ടതുകൊണ്ടാ ഞാൻ അവിടുന്ന് പോന്നത്. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ബോധം വേണ്ടേ ഞാൻ അവിടുന്ന് പോരുള്ളായിരുന്നു. ആ അമ്മയെ കണ്ടിട്ട് മനസ്സ് തോന്നി പോന്നതല്ല ഞാൻ. നാട്ടിലെ അമ്പലത്തിൽ വെച്ചും ഞാൻ ആ അമ്മയെ കണ്ടതാ. അന്നും ആ അമ്മയ്ക്ക് അസുഖം വന്നു. ആ അസുഖം മാറ്റിക്കൊടുത്തെന്നാ ഞാൻ കരുതിയത്. ഇനി ആ അസുഖം ആ അമ്മയ്ക്ക് വരുത്തരുതേ. ആ അമ്മയെ കാണുമ്പോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയായി തോന്നിപ്പോവാ. ഞാൻ മനസ്സിൽ കണ്ട എന്റെ അമ്മയുടെ അതേ മുഖം. എത്രയും വേഗം ആ അമ്മയെ സുഖപ്പെടുത്തണേ. ഈ വെള്ളം കൂടി കുടിക്ക്. ഒറ്റ വലി. ആ, നീ വരാൻ കാത്തു നിന്നതാ. വീട്ടിലേക്ക് പോവാനേ ശ്രീദേവമ്മ തിടുക്കം കാണിക്കുക. നാളെ പോവാമേ. ഒരു ദിവസം കൂടി അമ്മ ഇവിടെ ഒന്ന് കിടക്ക. എനിക്ക് പോയേ പറ്റൂ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എനിക്ക് ഒരു പ്രയാസമില്ല മോനെ. നീ ടെൻഷൻ ആവണ്ട. ശ്രീദേവമ്മ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. അമ്മേ, ഒരു സിസ്റ്റർ പറഞ്ഞ് എനിക്കൊരു വിവരം കിട്ടി. ഞാൻ ബ്ലഡ് കൊടുത്ത് സഹായിച്ച ഒരു പെൺകുട്ടിയാ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചതെന്ന്. ആണോ? ആ സിസ്റ്റർ ബ്ലഡിന് വേണ്ടി നിരന്തരം എന്നെ വിളിച്ചോണ്ടിരുന്നത്. അയ്യോ, എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയാതെ പോയല്ലോ മോനെ. ശ്രീദേവമ്മ അവളെ കണ്ടിട്ടുണ്ട്. കാറിലിരുന്ന് അവൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എവിടെ വെച്ച്? അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് വെറുതെ ആവോടാ. അതിനമ്മ പുറത്തൊന്നും പോവാറില്ലല്ലോ. അല്ല, അവളങ്ങനെ കള്ളം പറയുന്ന കുട്ടിയൊന്നും അല്ല സഞ്ജു. അല്ല, നീ അവളുടെ ഫോൺ നമ്പർ വാങ്ങേണ്ടതായിരുന്നു. നീ അത് ചോദിക്കുമെന്ന് കരുതി ഞാൻ ചോദിച്ചതാ. ഫോൺ യൂസ് ചെയ്യുന്നില്ലെന്ന് അവള് പറഞ്ഞത്. സംഗതി പേടിച്ചിട്ടാണെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ നിർബന്ധിച്ചതുമില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അവളുടെ ജീവൻ രക്ഷിച്ചതിന് പകരം അവൾ എന്റെ അമ്മയുടെ ജീവനും രക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ അവള് വീണ്ടും നമ്മുടെ കൺമുന്നിൽ വരാതിരിക്കില്ല. അത് തീർച്ചയായിട്ടും സംഭവിക്കും. എല്ലാ നന്ദിയും കടപ്പാടും അപ്പൊ പറയാം. സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ എന്തായാലും ബില്ല് സെറ്റ് ചെയ്ത് വരാം. ഓക്കെടാ. ഇനി എവിടെ പോകുന്നെങ്കിലും അമ്മ ബാഗിൽ ഇൻഹേലർ കരുതണം. അങ്ങനെ ചെയ്യാം മോളെ.
നിങ്ങളുടെ മോതിരങ്ങളെ ഞാനൊന്ന് കാണട്ടെ. കൊള്ളാലോ. നമുക്ക് ഒന്നുകൂടി അമ്മയുടെ മുമ്പിൽ വെച്ച് മോതിരം കൈമാറാം. അയ്യോ, അങ്ങനെ മോതിരം ഊരാൻ പാടില്ല മോനെ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ നടന്നത് റിഹേഴ്സല്. ഇന്നാണ് ഞങ്ങളുടെ യഥാർത്ഥ മോതിരം മാറ്റം. വേണ്ട മോളെ. ഇനി നീ അങ്ങോട്ട് പോവല്ലേ? എന്റെ ജീവന് മാത്രമാണോ മറ്റുള്ളവരുടെ ജീവനും വിലയില്ലേ മുത്തശ്ശി? എന്താ സഞ്ജു അങ്ങനെ സംഭവിക്കാൻ? എഞ്ചിനീയർ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ആ, സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്ത് കാര്യപ്പച്ചി? ആരെങ്കിലും ഒരു അശ്രദ്ധ കാണിച്ചാ പോരെ? ഇതില് വല്ല ചതിയുണ്ടോ എന്ന് അന്വേഷിച്ചറിയണം. സഞ്ജു ചെന്നപ്പോ തന്നെ ഇത് സംഭവിച്ചോണ്ടാ ഞാൻ പറയുന്നത്. കാവേരി പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ. ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആയിട്ട് വേണം കാണാൻ. ഒരു എൻക്വയറി ആവശ്യമാണ്. ഞാൻ അന്വേഷിക്കാച്ചാ. സമയാവുമ്പോ മരിക്കും മുത്തശ്ശ. ഇനി സമയമായില്ലെങ്കിലോ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ അങ്ങനൊക്കെ പറയും. അവന്റെ കാര്യത്തിൽ നീ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. അവനെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കും.